വിദ്യാർത്ഥികളെ സമ്മേറ്റീവ് അസസ്മെന്റ് 2025-26 എൻവയോൺമെന്റൽ സയൻസ് 4ാം ക്ലാസ്സിലെ എൻവയോൺമെന്റൽ സയൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഫസ്റ്റ് ആക്ടിവിറ്റി നമുക്ക് നോക്കാം. നോ ദ ആർട്സ്. ഇവിടെ ഒരു ആർട്ട് ഫോമിന്റെ പിക്ചർ തന്നിട്ടുണ്ട്. ഒരു ആർട്ട് ഫോമിന്റെ അല്ല, 3 തന്നിട്ടുണ്ട്. ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് ദ ആർട്ട് ഫോം ഗിവൺ ഇൻ ദ പിക്ചർ. ഈ പിക്ചറിൽ കാണുന്ന ആർട്ട് ഫോംസ് ഏതൊക്കെയാണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയുണ്ട് ഇതിനകത്ത്? ഓട്ടംതുള്ളലുണ്ട്, കഥകളിയുണ്ട്, ഒപ്പന. അപ്പൊ നിങ്ങൾ അത് 3 എഴുതേണ്ടത്. എന്തൊക്കെയാണ്? ഓട്ടംതുള്ളൽ, കഥകളി. ഇവിടെ തുള്ളലിന് തന്നിട്ടുണ്ട്. പിന്നെ എന്താണ്? കഥകളി. അടുത്തത് എന്താണ്? ഒപ്പന. ഇത് 3 എഴുതുക. ഇനി ബി ക്വസ്റ്റ്യൻ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ എനി ഓഫ് ദീസ് ആർട്ട് ഫോം. ഇതിൽ ഏതെങ്കിലും ഒരു ആർട്ട് ഫോമിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ. ഇപ്പൊ ഒപ്പനയാണെങ്കിൽ ഒപ്പനയിൽ എന്തുണ്ടാവും? ഒരു മണവാട്ടി ഉണ്ടാവും. അവൾക്ക് ചുറ്റും എന്താണ്? കുറെ പെൺകുട്ടികൾ നിന്നിട്ട് എന്ത് ചെയ്യും? ഒപ്പന കളിക്കും. കൈകൊട്ടിയാണ് കളിക്കുന്നത്. മാപ്പിളപ്പാട്ടുകളായിരിക്കും അതിനകത്ത് പാടുന്നുണ്ടാവുക. പിന്നെ അവരുടെ വേഷം ചട്ടയും മുണ്ടും കുപ്പായവും ആയിരിക്കും അവരുടെ വേഷം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കഥകളിനെ കുറിച്ചോ തുള്ളലിനെ കുറിച്ചോ അങ്ങനെ ഏതെങ്കിലും ഒരു ഇതിനെക്കുറിച്ച് നിങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ആൻസർ ആൻഡ് റൈറ്റ് ദം. താഴെ കൊടുത്തിരിക്കുന്ന കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. അത് വായിച്ചിട്ട് താഴെയുള്ള ഓപ്ഷൻസിൽ ഏതാ കറക്റ്റ് എന്നുള്ളതാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ, കഥകളി ഈസ് എ ഗ്രൂപ്പ് ഡാൻസ് പെർഫോംഡ് ബൈ വുമൺ. കഥകളി എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഡാൻസ് ആണ്. സ്ത്രീകൾ കളിക്കുന്ന ഗ്രൂപ്പ് ഡാൻസ് ആണ്. വുമൻസ് കളിക്കുന്ന ഗ്രൂപ്പ് ഡാൻസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കഥകളി അങ്ങനെയാണോ? അല്ല. അപ്പൊ അത് റോങ് ആണ്. അടുത്ത, സോങ്സ് ദാറ്റ് ഡിസ്ക്രൈബ് ദ ഹിസ്റ്ററി ഓഫ് ക്രിസ്ത്യാനിറ്റി ആർ സങ് ഫോർ മാർഗംകളി. മാർഗംകളിക്ക് വേണ്ടിയിട്ട് ക്രിസ്ത്യാനിറ്റിയുടെ ഹിസ്റ്ററി പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? പാടുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ശരിയാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ശരി ആണ്. ബി ശരിയാണ്. അപ്പോൾ ഒപ്പന ഈസ് എ ഗ്രൂപ്പ് ഡാൻസ് പെർഫോംഡ് ഡ്യൂറിങ് വെഡ്ഡിങ് സെലിബ്രേഷൻ. കല്യാണത്തിനൊക്കെ പെർഫോം ചെയ്യുന്നതാണ് എന്ത്? ഒപ്പന എന്ന് പറയുന്നത്. അപ്പോൾ അതും ശരിയാണ്. പിന്നെ ദ വിർച്യൂസ് ഓഫ് ദ ഗ്രൂം ആർ പ്രസന്റഡ് ബിഫോർ ദ ബ്രൈഡ് ടു ദ മാർഗംകളി സോങ്. മാർഗംകളി സോങ്ങിൽ ഗ്രൂം ഒക്കെ ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ 4ാമത്തെയാണ് ശരി. ബി ആൻഡ് സി ആർ കറക്റ്റ്. ഇനി ഓർ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. മ്യൂസിക് ആൻഡ് ഡാൻസ് ആർട്ട് ഫോംസ്. സം ആർട്ട് ഫോംസ് പെർഫോംഡ് ഇൻ ദ സ്കൂൾ കലോത്സവം ആർ ഗിവൺ ബിലോ. ക്ലാസിഫൈ ദം ഇൻടു ഫോളോയിങ് ടേബിൾ. ഇവിടെ കുറച്ച് ഇത് തന്നിട്ടുണ്ട് അല്ലേ? പെർഫോമൻസ് ഒരു ആർട്ട് ഫോംസിന് തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ ചെയ്യാം? നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? ഇത് ഡാൻസ് ഫോംസ് ആണ്. മറ്റത് എന്താണ്? മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആണ്. എന്താണ്? മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. ഇങ്ങനെ 2ആയിട്ടാണ് നിങ്ങൾ ക്ലാസിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ ഡാൻസിൽ ആരൊക്കെ വരും? ഒപ്പന ഡാൻസ് ആണ്. ഫോക്ക് സോങ് ആണ്. അത് മ്യൂസിക് ആണ്. ഫോക്ക് ഡാൻസ് അല്ല. പിന്നെ തുള്ളല് എന്താണ്? നമ്മളെന്താണ്? നൃത്ത കലാരൂപമാണ് അല്ലേ? ഡാൻസ് ആണ്. മാർഗംകളി, തിരുവാതിര, ഇതൊക്കെ ഡാൻസ് ഫോംസിൽ വരും അല്ലേ? ബാക്കി ക്ലാസിക്കൽ മ്യൂസിക്കും മാപ്പിളപ്പാട്ട്, ലൈറ്റ് മ്യൂസിക്കും ഫോക്ക് സോങ്ങും ഒക്കെ എന്തിനാണ്? മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് അല്ല കേട്ടോ, സോറി, മ്യൂസിക്കൽ ഫോംസ് ആണ് കേട്ടോ. മ്യൂസിക്കൽ ഫോംസ് ആണ്. ഓക്കെ, സംഗീത കലാരൂപങ്ങളാണ്, ഇൻസ്ട്രുമെന്റ് അല്ല. അപ്പൊ ഇവിടേക്കും ഇതൊക്കെ മ്യൂസിക്കൽ ഫോംസ് ആണ്. അപ്പോൾ ഇത് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഫൈൻഡ് ഔട്ട് ദ ആർട്ട് ഫോം ഫ്രം ദ ഗിവൺ ഇൻഡിക്കേറ്റേഴ്സ്. താഴെ 2 സൂചനകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇത് ഏത് ആർട്ട് ഫോം ആണെന്ന് നിങ്ങൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ഈസ് ആൻ ആർട്ട് ഫോം പോപ്പുലർ ഇൻ നോർത്ത് കേരള. നോർത്ത് കേരളയിൽ പോപ്പുലർ ആയിട്ടുള്ള ആർട്ട്. ദ മെയിൻ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഇൻ ദിസ് ദ ചെണ്ട. ചെണ്ട ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു. ഏതാണ് ഈ ഡാൻസ് ഫോം എന്ന് പറഞ്ഞാൽ? തെയ്യമാണ്. എന്താണ് മക്കളെ? തെയ്യം. ഇനി സി ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ റൈറ്റ് സ്റ്റേറ്റ്മെന്റ് വിച്ച് ഈസ് റിലേറ്റഡ് വിത്ത് ദ കോസ്റ്റ്യൂംസ് ഓഫ് തിരുവാതിരക്കളി ആൻഡ് മാർഗംകളി. ഇവിടെ പറഞ്ഞിരിക്കുന്നതിൽ തിരുവാതിരക്കളിയും മാർഗംകളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ കോസ്റ്റ്യൂമും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റൈറ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ കോസ്റ്റ്യൂം ഫോർ മാർഗംകളി ഈസ് ചട്ട ആൻഡ് മുണ്ട്. മാർഗംകളിയിലെ കോസ്റ്റ്യൂം എന്ന് പറയുന്നത് ചട്ടയും മുണ്ടുമാണ്. അത് ശരിയാണ്. തിരുവാതിരക്കളി ദ ഡാൻസേഴ്സ് വെയർ ദ ട്രഡീഷണൽ കോസ്റ്റ്യൂം ഓഫ് കേരള. കേരളത്തിന്റെ ട്രഡീഷണൽ കോസ്റ്റ്യൂമാണ് തിരുവാതിരക്കളിക്കാർ ഉപയോഗിക്കുന്നത് അല്ലേ?
സെറ്റും മുണ്ടും സാരി അല്ലേ. സിൽക്ക് സാരി ഈസ് യൂസ്ഡ് ഫോർ ബോത്ത് ആർട്ട് ഫോം. ഇതിലും സിൽക്ക് സാരി ഉപയോഗിക്കുന്നതാണ്, അത് തെറ്റാണ്. ദർ ഇസ് നോ സ്പെഷ്യൽ കോസ്റ്റ്യൂം ഫോർ ബോത്ത് ആർട്ട് ഫോംസ്. രണ്ടിനും സ്പെഷ്യൽ ആയിട്ടൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത് രണ്ടും തെറ്റാണ്. അപ്പോൾ 1ഉം 2ഉമാണ് ശരി. 1ഉം 2ഉം ഓപ്ഷൻ തന്നിരിക്കുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. അപ്പോൾ ഇതാണ് ഇതിന്റെ ശരിയായ ഉത്തരം. ഇനി ആക്ടിവിറ്റി 2, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ബേർഡ്സ്. ഇവിടെ കുറച്ച് ബേർഡ്സിന് തന്നിട്ടുണ്ട്, നോക്കാം നമുക്ക് എന്താണെന്ന്. ഐഡന്റിഫൈ ദ ബോഡി പാർട്ട് ഓഫ് ബേർഡ്സ് ആൻഡ് ക്ലാസിഫൈ ദം അക്കോർഡിംഗ് ടു ദ അഡാപ്റ്റേഷൻ ഫോർ കളക്ടിങ് ദയർ ഫുഡ്. അവരുടെ ഫുഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഡാപ്റ്റേഷൻസ്. ഇപ്പോൾ ഇവിടെ കണ്ടോ, നമുക്ക് ഫസ്റ്റ് വൺ തന്നിട്ടുണ്ട്. അതിൻ്റെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഹണ്ട് ഫോർ പ്രേ ഇൻ ദ വാട്ടർ. വാട്ടറിൽ നിന്നാണ് ഫുഡ് പ്രേനെ ഹണ്ട് ചെയ്തെടുക്കുന്നത്. അടുത്തത് എന്താണ് തന്നിരിക്കുന്നത്? അടുത്തതിൽ നമുക്ക് എന്തിനെയാണ് ഇവർ ഉപയോഗിക്കുന്നത്? ഇതിന് ഈ കാലെന്തിനാണ്? നമ്മുടെ ഇരയെ, പ്രേനെ എന്താണ് റാഞ്ചി എടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ്, റാഞ്ചി പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്തതിന് എന്തിനാണ് ഇത്രയും ലോങ്ങസ്റ്റ് ബിക്ക്? സക്ക് ചെയ്തെടുക്കാൻ, നമ്മുടെ തേന് സക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന് ഉള്ളത്. ഇനി ബി ക്വസ്റ്റ്യൻ, മേക്ക് റിഡിൽസ് ഓഫ് പെക്യുലാരിറ്റീസ് ഓഫ് ബേർഡ്സ്. എക്സാമ്പിൾ. ഇവിടെ ഒരു റിഡിൽ തന്നിട്ടുണ്ട്. മൈ കളർ ഈസ് ഗ്രീനിഷ് ബ്ലൂ, മൈ ലെഗ്സ് ആർ റെഡ് ഇൻ കളർ, ഐ ആം സ്മോൾ ഇൻ സൈസ്, ഐ ലീവ് നിയർ ദ വാട്ടർ ബോഡീസ്, മൈ ഫേവറേറ്റ് ഫുഡ് ഈസ് സ്മോൾ ഫിഷ്, ഐ ഹാവ് ഫെദേഴ്സ് ഓഫ് മെനി കളേഴ്സ്, ഐ മേക്ക് ചീ സൗണ്ട്, ഹു ആം ഐ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? ഇത് ആരാണ്? ഓക്കെ, അതിൻ്റെ ഉത്തരം കിങ്ഫിഷർ ആണ്. ഇത് നിങ്ങൾ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, കിങ്ഫിഷർ ആണ്. അടുത്തത് നമുക്ക് ഡക്കിൻ്റെയും അതുപോലെ ക്രോയിൻ്റെയും തന്നിട്ടുണ്ട്. ഇതുപോലത്തെ റിഡിൽ ഉണ്ടാക്കാനാണ്. ഡക്കിന് എന്താണ്? അതിൻ്റെ എന്താണ് ലെഗ്സ് നോക്കുക അല്ലേ, വെബ്ബഡ് ഫീറ്റ് ആണ്. പിന്നെ എന്താണ് നല്ല എന്താണ് ഇങ്ങനെ സ്പ്രെഡ് ആയിട്ടുള്ള എന്താണ് ബീക്സ് ആണ്. പിന്നെ എന്താണ് വെള്ളത്തിൽ നീന്താൻ കഴിയും. അതുപോലെ ഇതിൻ്റെ സൗണ്ട് കോക്ക് സൗണ്ടാണ്. പിന്നെ പറക്കാനും കഴിയും അല്ലേ, അതൊക്കെ ഉൾപ്പെടുത്തുക. പിന്നെ കാക്കയ്ക്ക് എന്താണ് ബ്ലാക്ക് കളറാണ്. പിന്നെ എല്ലാ ഫുഡും കഴിക്കും, നമ്മുടെ എൻവയോൺമെൻ്റ് ഒക്കെ വൃത്തിയാക്കും. അതിൻ്റെ സൗണ്ട് കോക്വ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുപോലെ ഒരു റിഡിൽ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി 3, ലെറ്റ്സ് ഡു ആൻ എക്സ്പെരിമെൻറ്റ്. ടേക്ക് എ പ്ലാസ്റ്റിക് ബോട്ടിൽ ആൻഡ് പ്ലേസ് എ സ്മോൾ സ്റ്റിക്ക് or matchstick in its mouth. When we blow hard into the bottle, the stick or matchsticks come out. Why? Which of the following statement is correct? Put a tick mark the correct one. First one, the stick comes out of the bottle because it does not get a space to occupy. ഒന്നാമത്തേൽ ശരിയാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയാണോ? റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി രണ്ടാമത്തേലോ, the stick could not get inside because the bottle is too small. രണ്ടാമത്തേൽ പറഞ്ഞത് സ്റ്റിക്ക് അതിൻ്റെ അകത്ത് കടത്താൻ കഴിയില്ല ബിക്കോസ് ബോട്ടിൽ സ്മോൾ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതും തെറ്റാണ്. the stick could not get inside the bottle because there is air in it. അത് അതിൻ്റെ ഉള്ളിൽ എന്താണ് കടക്കില്ല, കാരണം എന്താണ് അതിനകത്ത് എയർ ഉണ്ട്. ആ ഓപ്ഷൻ ശരിയാണ്, സി ശരിയാണ്. ഡി, the stick came out because there is no air in the bottle. ഇവിടെ പറയുന്നത് എയർ ഇല്ല എന്നാണ്, അപ്പം അതും തെറ്റാണ്. അപ്പോൾ ഇതിൽ സി ആണ്, ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ഇനി ഇഫ് യു വാണ്ട് ദ സ്റ്റിക്ക് ടു ഗോ ഇൻ ടു ദ ബോട്ടിൽ, വാട്ട് ചേഞ്ച് വുഡ് ടു മേക്ക് ഇൻ ദ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ ദ എക്സ്പെരിമെൻറ്റ്. അതായത് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ എക്സ്പെരിമെൻ്റ് എങ്ങനെയാണ് ചെയ്യുന്നത്? ആദ്യം ഒരു പ്ലാസ്റ്റിക് കുപ്പി എടുത്തിട്ട് ഒരു ആണി ഉപയോഗിച്ച് അതിനൊരു എന്താണ് ഒരു തുള ഉണ്ടാക്കുക അല്ലെ, ഒരു ദ്വാരം ഉണ്ടാക്കിയിട്ട് കത്രിക ഉപയോഗിച്ച് ഒരു ഭാഗം മുറിച്ചു കളയുകയോ ചെയ്യുക. എന്നിട്ട് അതായത് കുപ്പിയിൽ വായു ഉള്ളതിനാൽ ഈ തീപ്പെട്ടിക്കൊള്ളി പുറത്തേക്ക് പോകും. കാരണം എന്താണ്, എയറിന് എന്ത് ആവശ്യമുണ്ട്? ഒക്യുപ്പൈ ചെയ്യാനായിട്ട് സ്പേസ് ആവശ്യമുണ്ട്. അതാണ് ഈ എക്സ്പെരിമെൻറ്റിലൂടെ നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ എന്തൊക്കെ മെറ്റീരിയൽസ് വേണം, അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ്, അതിൻ്റെ ഒബ്സർവേഷൻസ് ആൻഡ് ഫൈൻഡിങ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞതൊക്കെയാണ് അതിൻ്റെ എന്തൊക്കെ മെറ്റീരിയൽസ് ഉണ്ട്, ഈ മെറ്റീരിയൽസ് ഒക്കെ എഴുതുക. ഈ മെറ്റീരിയൽസ് ഒക്കെ എഴുതുക. പിന്നെ പ്രൊസീജിയർ എങ്ങനെയാണ്, കുപ്പി എടുക്കുക, തുളയിടുക, അതിനകത്തേക്ക് എന്ത് ചെയ്യണം, പ്ലാസ്റ്റിക് കുപ്പി എടുത്തിട്ട് ആണി ഉപയോഗിച്ചിട്ട് എന്തുണ്ടാകണം, ഒരു ഇതുണ്ടാക്കുക. എന്നിട്ട് കത്രിക ഉണ്ടാക്കുക, അല്ലെങ്കിൽ കത്രിക ഉപയോഗിച്ച് ഒരു ഭാഗം മുറിച്ച് കളയുകയോ
ചെയ്യുക, എന്നിട്ട് സംഭവം നോക്കുക. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇതിൻ്റെ കുപ്പിൽ വായുള്ളതിനെ തീപ്പെട്ടിക്കുള്ളി എന്ത് ചെയ്യുന്നില്ല, പുറത്തേക്ക് പോകുന്നില്ല. അതിന് കാരണം എന്താണ്? അതിന് എയറിന് നമുക്ക് ഓക്യുപ്പൈ ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. അതാണ് ഫൈൻഡിങ്സിൽ നിങ്ങൾ എഴുതേണ്ടത്. ഇനി ആക്ടിവിറ്റി 4 വെറൈറ്റി ഓഫ് ഫെസ്റ്റിവൽസിനെ കുറിച്ചാണ് പറയുന്നത്. ഫ്രണ്ട്സ് ഓഫ് ക്ലാസ് 4 ആർ കണ്ടക്ടിങ് പിക്ചർ എക്സിബിഷൻ ഓഫ് ഡിഫറെൻറ്റ് ഫെസ്റ്റിവൽസ് ഇൻ ദ സ്കൂൾ. ഹെൽപ്പ് ദം കംപ്ലീറ്റ് ദ ഇൻഫർമേഷൻ. തൃശ്ശൂർ പൂരം ഓണം സെലിബ്രേഷനാണ് തന്നിട്ടുള്ളത്. തൃശ്ശൂർ പൂരത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഇനി ഓണം സെലിബ്രേഷനെ കുറിച്ച് എഴുതുകയാണ് വേണ്ടത്. ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? ഓണപ്പൂക്കളും ഉണ്ട് അല്ലേ, ഓണസദ്യ ഉണ്ട്, മാവേലി ഉണ്ട്, ഓണക്കളികൾ ഉണ്ടാവും, ഓണപ്പാട്ടുണ്ടാവും, ഓണക്കോടി അല്ലേ, ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് എഴുതേണ്ടതാണ് ഓണം സെലിബ്രേഷൻ. ഇനി വിച്ച് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് അബൌട്ട് ഓണം ആൻഡ് തൃശ്ശൂർ പൂരം? താഴെ പറയുന്നവയിൽ ഓണവും തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓണം ഈസ് ദ നാഷണൽ ഫെസ്റ്റിവൽ ഓഫ് കേരള. കേരളത്തിന്റെ നാഷണൽ ഫെസ്റ്റിവൽ ആണെന്നാണ് പറയുന്നത്. രണ്ടാമത്തേത് തൃശ്ശൂർ പൂരം ഈസ് നോൺ ആസ് പൂരങ്ങളുടെ പൂരം. തൃശ്ശൂർ പൂരം അറിയപ്പെടുന്നത് പൂരങ്ങളുടെ പൂരം എന്നാണ്. സി ബോത്ത് ആർ റിച്വൽ ആർട്ട് ഫോം. മൂന്നാമത് പറയുന്നത് രണ്ടും റിച്വൽ ആർട്ട് ഫോം ആണെന്നാണ് പറയുന്നത്. ഇതിൽ 1ഉം 2ഉമാണ് എന്തെന്ന് പറയുന്നത് ശരിയായിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് നിങ്ങൾ എഴുതേണ്ടത്. ഇനി ആക്ടിവിറ്റി 5 നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ വിച്ച് ബോട്ടിൽ ഹാസ് മോർ വെയിറ്റ്? പുട്ട് എ ടിക്ക് മാർക്ക്. ഇതിൽ ഏത് ബോട്ടിലിനായിരിക്കും വെയിറ്റ് കൂടുതൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതിനായിരിക്കും? ബോട്ടിൽ 2വിനായിരിക്കും വെയിറ്റ് കൂടുതൽ. ഇനി ബി ക്വസ്റ്റ്യനിൽ ഡ്രോ ദ ചേഞ്ചസ് ഇൻ ദ ബലൂൺ ആൻഡ് ബാലൻസ് വെൻ ബലൂൺ 1 ഈസ് ഫിൽഡ് വിത്ത് വാട്ടർ. അന്നേരം എന്ത് സംഭവിക്കും? ഇവിടെ ബലൂൺ എന്ത് ചെയ്യും? വീർത്ത് വരും അല്ലേ, ബലൂൺ വീർത്ത് വരും. ഇവിടെ ഇതാണ് ചേഞ്ച് ആയിട്ട് നിങ്ങൾ വരയ്ക്കേണ്ടത്. ഇങ്ങനെയാണ് ഇത് ഡ്രോ ചെയ്തിട്ട് വരയ്ക്കേണ്ടത്. ഈ ഭാഗത്തേക്ക് ഈ സ്പ്രിങ് ഇങ്ങനെ ചിരിയും ചെയ്യും അല്ലേ. അപ്പോൾ ഇവിടെ ബലൂൺ വീർത്ത് വരുന്നതായിട്ടാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. ഇനി സി ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ ചേഞ്ചസ് ദാറ്റ് ഹാപ്പൻ ഇൻ ദ ബാലൻസ്ഡ് ആൻഡ് ബലൂൺ? എന്തുകൊണ്ടായിരിക്കും? എന്തായിരിക്കും എൻ്റെ റീസൺ? When the balloon is filled with air, the size of balloon increase, the size of balloon decrease, the size of balloon does not change. എന്തുകൊണ്ടായിരിക്കും? ബലൂണിന്റെ വലിപ്പം കൂടുന്നത് കൊണ്ട് അല്ലേ. ഒന്നാമത്തേത് സൈസ് ഓഫ് ബലൂൺ ഇൻക്രീസ്, അതാണ് അതിന്റെ റീസൺ എന്ന് പറയുന്നത്. ബി വെൻ ദ വെയിറ്റ് ഓഫ് ബലൂൺ ഇൻക്രീസസ്, ബലൂണിന്റെ വെയിറ്റ് ഇൻക്രീസ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? ദ ബാലൻസ് ഈസ് ടുവേർഡ്സ് ദ വാട്ടർ ഫിൽഡ് ബലൂൺ, ദ ബാലൻസ് റൈസസ് ടുവേർഡ്സ് ദ വാട്ടർ ഫിൽഡ് ബലൂൺ, ദ ബാലൻസ് ടുവേർഡ്സ് ദ ബലൂൺ വിച്ച് ഈസ് നോട്ട് ഫിൽഡ് വിത്ത് എയർ. എന്താണ്? വെള്ളം നിറച്ച ബലൂണിന്റെ വശത്തേക്ക് എന്ത് ചെയ്യും? ആ ത്രാസ് താഴും. അതാണ് ഞാനിവിടെ ചിരിച്ച് വരയ്ക്കാൻ പറഞ്ഞത് അല്ലേ. ഇവിടെ ചിരിച്ച് വരച്ചിട്ട് വേണം ഇവിടെ ബലൂൺ വീർത്ത് വലുതായിരിക്കുന്നത് വരയ്ക്കാൻ. അപ്പോൾ വെയിറ്റ് എന്ത് ചെയ്യും? എന്ത് സംഭവിക്കുന്നത്? വെള്ളം നിറച്ച ബലൂണിന്റെ വശത്തേക്ക് ആ ത്രാസ് എന്ത് ചെയ്യും? താഴും. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി 5 ആണ്. വിൽ ചേഞ്ച് ഷേപ്പ്. ഇവിടെ ഒബ്സർവ് ദ ഗിവൺ പിക്ചർ. വെൻ ദ മിൽക്ക് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം ദ സ്മോൾ ബോട്ടിൽ ടു ദ ബിഗ് ബോട്ടിൽ, വാട്ട് ചേഞ്ചസ് ഒക്കർ ഇൻ ദ ഷേപ്പ് ഓഫ് ദ മിൽക്ക്? സ്മോൾ ബോട്ടിൽ നിന്ന് ബിഗ് ബോട്ടിലേക്ക് ഈ മിൽക്ക് മാറ്റി കഴിയുമ്പോൾ എന്ത് ഷേപ്പായിരിക്കും ഉണ്ടാവുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് ചെയ്യും? അതായത് ആദ്യം ഉണ്ടായിരുന്നപ്പോൾ മിൽക്കിന് ഇതിൻ്റെ ഈ കുപ്പിയുടെ എന്താണ് ഷേപ്പ് ആയിരിക്കും ഉണ്ടാവുക. വേറെ ബോട്ടിലേക്ക് മാറ്റുമ്പോൾ അതിൻ്റെ ഷേപ്പ് അല്ലേ വരും. അതായത് ഇതിൽ നിന്ന് മാറി നമ്മൾ ഓക്യുപ്പൈ ചെയ്യുന്ന ബോട്ടിൽ ഏതാണോ അതിൻ്റെ ഷേപ്പാണ് അത് സ്വീകരിക്കുന്നത്. പിന്നെ ഈ മരക്കഷ്ണത്തിൻ്റെ ആകൃതിയിൽ എന്താണ് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. മരക്കഷ്ണത്തിൻ്റെ ആകൃതിക്ക് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. വാട്ട് ചേഞ്ച് വിൽ ഒക്കർ ഇൻ ദ ഷേപ്പ് ഓഫ് ദ ലോങ് വെൻ ഇൻ ലോഗ് ഇസ് ഫിക്സ്ഡ് ഇൻസൈഡ് ദ ബിഗ് ബോട്ടിൽ? അതാണ് ലോഗിന് എന്താണ് മാറ്റമൊന്നും വരുന്നില്ല. ഇതിന് എന്ത് ചെയ്യും? അത് മാറ്റുന്ന ബോട്ടിലിൽ ചേഞ്ച് സംഭവിക്കും. അതാണ് അവിടെ അതാണ് എഴുതേണ്ടത്. ഏത് ബോട്ടിലേക്കാണോ മാറ്റുന്നത് ആ ബോട്ടിലിൻ്റെ ഷേപ്പാണ് മിൽക്കിന് ഉണ്ടാവുക. മറ്റേത് രണ്ടാമത്തേൽ എന്താണ്? രണ്ടാമത്തേൽ ലോഗിന് അല്ലേ, ഈ മരക്കഷ്ണത്തിന് എന്തുണ്ടാവില്ല? ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. റൈറ്റ് ഡൗൺ എനി 4 എക്സാമ്പിൾ ഫോർ സോളിഡ്. സോളിഡിന് 4 എക്സാമ്പിൾ എഴുതാനാണ് നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത്. ഐസ് ക്യൂബ്, ലോഗ്, ഇപ്പൊ ലോഗ് അതിനകത്ത് പറഞ്ഞില്ലേ, ലോഗ്. അങ്ങനെ പിന്നെ എന്താണ്? സ്റ്റോണ്, അയണ്, സ്റ്റോണ്,
പിന്നെ ടേബിള്, ചെയർ, അങ്ങനെയുള്ള എന്ത് സാധനം വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ഇനി സി, ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് വൺ ആൻഡ് പുട്ട് എ ടിക്ക് മാർക്ക്. എ സ്റ്റോൺ ഡസ് നോട്ട് നീഡ് എ സ്പേസ് ടു ഒക്യുപ്പൈ. ഒരു സ്റ്റോണിന് എന്താണ് ഒക്യുപ്പൈ ചെയ്യാൻ സ്പേസ് ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അത് തെറ്റായതാണ്. സ്റ്റോണിന് സ്ഥലത്തിരിക്കണമെങ്കിൽ എന്താണ് സ്പേസ് ആവശ്യമുണ്ട്. നെക്സ്റ്റ്, ഇൻഫ്ലേറ്റഡ് ബലൂൺ ഹാസ് നോ വെയിറ്റ്. ഇൻഫ്ലേറ്റഡ് ബലൂണിന് വെയിറ്റ് ഇല്ല എന്നാണ് പറയുന്നത്. അതും തെറ്റാണ്. അത് നമ്മൾ കുറച്ച് മുമ്പ് പിന്നെ മിൽക്ക് ക്യാൻ ഫ്ലോ. പാലിന് ഒഴുകാനുള്ള ശേഷി ഉണ്ടെന്നാണ്. ശരിയാണ്. ഐസ് ക്യൂബ് ഡസ് നോട്ട് ഹാവ് എ ഫിക്സഡ് ഷേപ്പ്. ഐസ് ക്യൂബിന് ഫിക്സ്ഡ് ഷേപ്പ് ഇല്ല എന്നാണ് പറയുന്നത്. അല്ല, ഐസ് ക്യൂബ് നമ്മൾ ഏതിലാണ് വയ്ക്കുന്നത് അതിൻ്റെ ഫിക്സ്ഡ് ഷേപ്പ് തന്നെ വരും അല്ലേ. അപ്പോൾ അതും തെറ്റാണ്. അപ്പോൾ മിൽക്ക് ക്യാൻ ഫ്ലോ അതാണ് ശരിയായ ഓപ്ഷൻ. അപ്പോൾ ഓപ്ഷൻ സി ആണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.